പൊന്നാനി ചമരവട്ടം ജംഗ്ഷനിലെ മേൽപ്പാലത്തിന് കീഴിലുള്ള സ്ഥലം സാമൂഹ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കണമെന്ന് KGOA ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പൊന്നാനി ചമരവട്ടം ജംഗ്ഷനിലെ മേൽപ്പാലത്തിന് കീഴിലുള്ള സ്ഥലം സാമൂഹ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ കേരള ഗസറ്റഡ് ഓഫീസ് അസോസിയേഷൻ പൊന്നാനി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന കമ്മിറ്റി അംഗം TO വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ VV സീജ അധ്യക്ഷത വഹിച്ചു. CH ഖലീൽ റഹ്മാൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ സെക്രട്ടറി റിയാസ് പഴഞ്ഞി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അവകാശം നേടിയ ജനതയാണ് എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ മുമ്പിലേക്കാണ് 1947 ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നായിരുന്നില്ല സ്വാതന്ത്ര്യം നേടേണ്ടിയിരുന്നത്. അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ നടത്തുക വഴി 500 വർഷമായി നിലനിൽക്കുന്ന അടിമത്വത്തിൽ നിന്നുള്ള മോചനം അത് ജനുവരി 22-നാണ് സംഭവിച്ചത്. അന്നേ സംഭവിച്ചിട്ടുള്ളൂ. അതിനു മുന്നേ നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളോ രക്തസാക്ഷിത്വങ്ങളോ ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ ഈ നാട്ടിലെ ഹിന്ദുവും മുസൽമാനും വിരിമാറ് കാണിച്ചു നടത്തിയ ധീരമായ പോരാട്ടങ്ങളോ മോചനങ്ങളോ ഒന്നുമല്ല. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെ വിമോചനത്തിന്റെ ഏട്. അതുപോലെ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന അർത്ഥനഗ്നനായ ഫക്കീർ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും യോജിപ്പിച്ചു നിർത്തി നടത്തിയ പോരാട്ടത്തിന് നായകത്വം കൊടുത്ത മഹാത്മാഗാന്ധിയുമല്ല ഈ നാടിന്റെ വിമോചകൻ. കരീന കപൂറിനെയും അമിതാഭ് ബച്ചനെയും രജനീകാന്തിനെയും സച്ചിൻ തെണ്ടുൽക്കറെയും എല്ലാം മുന്നിൽ നിർത്തി അവിടെ രാമ വിഗ്രഹത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയ നരേന്ദ്രമോദിയാണ് 500 വർഷത്തെ ഈ നാടിന്റെ അടിമത്തം അവസാനിപ്പിച്ചത് എന്ന നെറേറ്റീവിന് കഥാസൃഷ്ടിക്ക് വേണ്ടി നമ്മൾ സാക്ഷ്യം വഹിച്ചത്. സ്വതന്ത്ര സമര സേനാനികളൊന്നും ഒരു പോരാളികളെയല്ല. അവരൊന്നും ചെയ്തൊന്നും ഒന്നുമല്ല. മുഗളന്മാരുടെയും ഇബ്രാഹിം ലോധിയും തുടങ്ങി ചരിത്രത്തിന്റെ ദശാസന്ധികളിൽ വെച്ച് ചില സുൽത്താൻമാരാണ് ഈ രാജ്യത്തെ അടിമത്തത്തിലേക്ക് നയിച്ചത്. അവരിൽ നിന്നുള്ള മോചനമാണ് യഥാർത്ഥ മോചനമെന്ന വികൃതമായ ചരിത്രം അവതരിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. കൃത്യമായി ജനുവരി 22-ലേക്ക് അത് ഷെഡ്യൂൾ ചെയ്തു. N മുഹമ്മദ് അഷ്റഫ്, MV വിനയൻ എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റായി ഡോക്ടർ VV സീജ, വൈസ് പ്രസിഡന്റുമാരായി K ശ്രീജേഷ്, മൂഹ്സിൻ മൊയ്തീൻ, സെക്രട്ടറിയായി CH ഖലീൽ റഹ്മാൻ, ജോയിന്റ് സെക്രട്ടറിമാരായി PM അബ്ദുൽ സലീം, ഡോക്ടർ AG ഹരീഷ് കുമാർ, ട്രഷററായി MK നവാസ് എന്നിവരടങ്ങിയ കമ്മിറ്റി സമ്മേളനം തെരഞ്ഞെടുത്തു. NCV ന്യൂസ് പൊന്നാനി.